ഹായ് ഫ്രണ്ട്സേ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സമയം ഏകദേശം രാവിലെ 4 മണി കഴിഞ്ഞു. അപ്പോൾ ഞാനും അച്ഛനും കൂടെ ഒരു യാത്ര പോവാണ്. വേറെ എങ്ങുമല്ല, കൊല്ലം വരെ പോവാണ്, നീണ്ടാര ഹാർബർ വരെ പോവാണ്. കാരണം അമ്മയ്ക്ക് കുറച്ച് അച്ചാറിൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ അതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ചെറിയ വരുമാന മാർഗ്ഗം കൂടിയാണ് ഈ അച്ചാറിടൽ പരിപാടികളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ കൊല്ലത്ത് നീണ്ടാരയിൽ നല്ല ഫ്രഷ് മീനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് വളരെ സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ രാവിലെ അമ്മ യാത്ര അയച്ചു. ഞാനും അച്ഛനും കൂടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് മീൻ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയി. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മീൻ അവിടുന്ന് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് യാത്ര രണ്ടാമത്തെ ദിവസത്തേക്ക് മാറ്റിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 28 കിലോമീറ്ററോളം ഉണ്ട് നീണ്ടാര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാലം വരുന്നതിനെക്കുറിച്ച്. ആ പാലം വന്നു കഴിഞ്ഞാൽ ആ കിലോമീറ്റർ ഒരു 17 കിലോമീറ്ററായിട്ട് കുറയും നീണ്ടാരയിലേക്ക് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി സൗകര്യമായിട്ട് നമുക്ക് മീനൊക്കെ മേടിക്കാനൊക്കെ പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നീണ്ടാര എത്തി. കയറുന്നതിന് പാസ് പിടിക്കണം കേട്ടോ. 40 രൂപയാണ് പാസിൻ്റെ ചാർജ് വരുന്നത്. അതായത് ഹാർബറിലേക്ക് വണ്ടി കയറ്റുന്നതിനുള്ള പാസ്സാണ്. വണ്ടി പുറത്തിട്ട് നമുക്ക് പോകുന്നതിന് പാസ്സൊന്നും കൊടുക്കാണ്ട് നടന്നു പോകാം. അപ്പോൾ വണ്ടിയായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മേടിക്കുന്ന മീൻ വണ്ടിയിൽ വെച്ചിട്ട് കൊണ്ടുവരാമല്ലോ. അപ്പോൾ ആണ് സൗകര്യമാണ്. ഹാർബർ എന്ന് പറയുന്നത് ഏകദേശം കേരളത്തിൽ തന്നെ നല്ല മീൻ കുറേ അധികം ലഭിക്കുന്ന വലിയൊരു ഹാർബറാണ് നീണ്ടാര ഹാർബർ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഹാർബർ കൊയിലാണ്ടി ഹാർബറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനോടടുത്ത് തന്നെ നിൽക്കുന്ന വലിയൊരു ഹാർബറാണ് നീണ്ടാര ഹാർബർ. നീണ്ടാരയ്ക്ക് കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. കേരളത്തിലെ ഏറ്റവും നല്ല മത്തി കിട്ടുന്ന ഹാർബർ നീണ്ടാര ഹാർബറാണെന്നൊക്കെ ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കേരച്ചൂര മേടിക്കാനായിട്ട് ഹാർബറിൽ എത്തി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം 5:30 നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ട് ഇവിടേക്ക് വരാനായിട്ട്. 5:30 ആയെങ്കിലും ഹാർബർ ഫുള്ള് ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കുറേ ബോട്ടുകളൊക്കെ രാത്രി മീൻ പിടിക്കാൻ ബോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. വൈകുന്നേരം ഏകദേശം തലേ ദിവസം ഉച്ചയ്ക്കൊക്കെ പുറപ്പെടുന്ന ബോട്ടുകളാണിത് കേട്ടോ. രാത്രി ചൂണ്ടയിട്ടും വലയിട്ടുമൊക്കെ മീൻ പിടിക്കുന്ന മീനുകളാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് പേര് പോലും അറിയാത്ത കുറേ മീനുകളെ കടപ്പുറത്ത് ഞാൻ കണ്ടു, ഹാർബറിൽ കണ്ടു കേട്ടോ. അതിൽ ഈ കാണുന്ന ചുവന്ന മീൻ നമ്മുടെ ഇവിടെ ഉണ്ണിമേരി എന്ന് പറയും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ആ മീൻ എന്താണ് പറയുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അറിയാവുന്നവർക്ക്. പിന്നെ ഹമൂറിൻ്റെ കുഞ്ഞ്, ഹമൂർ എന്ന് വെച്ചാൽ ആ കറുത്തിട്ട് നമ്മളൊരിക്കൽ വീട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ മീൻ. നമ്മളൊരു ദിവസം ചുട്ട് കരിഞ്ഞു പോയില്ലേ, പാളിപ്പോയൊരു ഗ്രില്ലടിച്ചത്. അപ്പോൾ ആ മീനിൻ്റെ കടലിലെ ഒരു ഇനം ഹമൂറാണ് ആ കാണുന്നത്. ഇവിടെ രാവിലെ ഏകദേശം ഒരു 2 മണിയോട് അടുപ്പിച്ച് ഹാർബർ ഭയങ്കര തിരക്കാവുമെന്നാണ് കേട്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നത്. അപ്പോൾ മീനുകളെ കൊണ്ട് ലേലം ചെയ്തതിന് ശേഷം അവർ തരംതിരിച്ച് ഓരോ വലിപ്പം അനുസരിച്ച് വള്ളത്തിൽ നിന്ന് വണ്ടിയിലേക്ക് ആക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പം മത്തി കുറവാണ് ഈ പ്രാവശ്യം. കുറച്ച് മത്തിയും കൂടെ എടുക്കണമെന്ന് വിചാരിച്ചാണ് അമ്മ പറഞ്ഞു വിട്ടത്. കാരണം മത്തി അച്ചാറിട്ടാൽ അടിപൊളി ടേസ്റ്റാണ്. പണ്ടൊക്കെ മത്തിയായിരുന്നു നമ്മൾ സ്ഥിരമായിട്ട് അച്ചാറിടുന്നത്. ഇപ്പോഴത്തെ കാലത്തൊക്കെയാണ് കേട്ടോ ഈ ചൂരയൊക്കെ അച്ചാറിടാൻ തുടങ്ങി. പണ്ടങ്ങനെ ചൂരയൊന്നും നമ്മൾ അച്ചാറിടത്തില്ല, വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്നപ്പോഴാണ് വലിയ തെരണ്ടി മീൻ അവിടെ വന്നു കേട്ടോ. ഇത്രയും വലിയ തെരണ്ടിയെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. നമ്മൾ തിരുവനന്തപുരത്ത് വലിയൊരു കടപ്പുറത്തൊക്കെ തെരണ്ടീനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ തെരണ്ടീനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ചൂര ഈ കിടക്കുന്നതാണ് കേരച്ചൂര. ഏകദേശം 20 കിലോയ്ക്ക് അടുത്ത് വലിപ്പം വരുന്ന ചൂരയാണ് ഈ കിടക്കുന്നത്. അതിലേതെങ്കിലും ഒരെണ്ണം വാങ്ങിക്കാനായിട്ടാണ് വന്നത്. അപ്പം രാവിലെ ലേലം വിളിയും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ അതിലൊരു ചൂരമീനെ നമ്മൾ വാങ്ങി. അങ്ങനെ നേരെ അതിന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇതിനി അച്ചാറിൻ്റെ പീസുകളാക്കണം. അപ്പം നീണ്ടാര ഹാർബറിൽ ഈ ഒരു ഭാഗം മൊത്തം ഈ മീൻ വെട്ടുന്ന ആൾക്കാരാണ് കേട്ടോ. ഇതിൽ കുറേ ആൾക്കാർ നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. അച്ഛൻ്റെ ജ്യേഷ്ഠാനിയന്മാരൊക്കെ ഈ മീൻ വെട്ടുന്ന ജോലിയിലുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കയ്യിൽ തന്നെ കൊടുത്തത് നമുക്ക് ആവശ്യമായ രീതിയിൽ വെട്ടിത്തരാൻ വേണ്ടിയിട്ട്. നമ്മൾ മേടിച്ച ചൂര ഇതാണ്, വെട്ടാൻ കൊടുത്തു. വെട്ടുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. മീൻ വെട്ടുന്ന കാണാൻ. നമ്മൾ വീട്ടിൽ വെട്ടിക്കഴിഞ്ഞാൽ മീൻ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് മീൻ മുറിക്കുമ്പം. കാരണം നമ്മുടെ ഇരിക്കുന്ന കത്തി അത്രയ്ക്ക് വെട്ടാൻ സൗകര്യപ്പെടുന്ന കത്തി അല്ലാത്തതുകൊണ്ടൊക്കെയാണ് കേട്ടോ. ഇവർ വളരെ നിസ്സാരമായിട്ടാണ് ആ ജോലി ചെയ്യുന്നത്. സ്ഥിരമായി ചെയ്യുന്ന ജോലി ആയതുകൊണ്ടും മീനിനെ വെട്ടേണ്ട രീതികളും മുറിക്കേണ്ട രീതികളും ഒക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ടും വളരെ ഈസി ആയിട്ട് അവർ ചെയ്യുന്ന കാണുമ്പോൾ നല്ല കൗതുകത്തോടെ നോക്കി നിന്നു. നല്ല രസമാണ്. കുറേ മീനുകൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന കാണാൻ കുറേ ആൾക്കാർ അവിടെ കൂടി നിൽപ്പുണ്ട് കേട്ടോ, മീൻ കട്ട് ചെയ്യുന്നത് കാണാൻ വേണ്ടി മാത്രം. അതൊരു രസമാണ് കേട്ടോ മീൻ വെട്ടുന്നത് കാണാൻ തന്നെ. അങ്ങനെ നേരത്തെയൊക്കെ നമ്മൾ മീൻ വാങ്ങിയതിന് ശേഷം വീട്ടിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്യാറാണ് പതിവ്. അങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് കാര്യം പിടികിട്ടിയത്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പല അളവിലായിരിക്കും ഈ മീനിൻ്റെ കഷ്ണങ്ങൾ പോവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മീൻ അച്ചാറിടുന്നതിന് മുന്നേ നമ്മൾ വറുക്കുമല്ലോ. വറുക്കുമ്പോൾ പല കഷ്ണങ്ങളായിക്കഴിഞ്ഞാൽ അതിൻ്റെ വേവിന് വ്യത്യാസം വരും. ഒരു കഷ്ണം കൂടുതൽ വെന്ത് ചിലപ്പോൾ ഒരെണ്ണം വേവ് കുറയും. അപ്പം അത് അച്ചാറിടുമ്പം അതിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇവരെ കൊണ്ട് തന്നെ ഇത് അച്ചാറിൻ്റെ കഷ്ണങ്ങളാക്കാമെന്ന് കരുതിയത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അച്ചാറിട്ടപ്പോൾ ഇവരെ കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിൽ നമുക്ക് ആവശ്യമായ കറക്റ്റ് നല്ല ഷേപ്പിൽ വരുന്ന എല്ലാം ഒരുപോലുള്ള പീസുകളാണ് കഴിഞ്ഞ പ്രാവശ്യവും കിട്ടിയത്. അപ്പം അത് വിചാരിച്ചിട്ടാണ് ഈ പ്രാവശ്യം ഇങ്ങനെ വെട്ടാമെന്ന് കരുതിയത്.
അങ്ങനെ നേരം വെളുത്തു തുടങ്ങിയപ്പോഴത്തേന് ഏകദേശം ഹാർബറിൽ തിരക്കും തുടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ ഈ മീൻ കട്ട് ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ തലേദിവസം ഉച്ചയ്ക്ക് പോയ വള്ളങ്ങളൊക്കെ കൂടുതലായിട്ട് ഹാർബറിലേക്ക് അടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് കുറേയധികം വേറെ സ്പെഷ്യൽ മീനുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരോട് നന്ദി പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു. ഞങ്ങൾ ആദ്യം വരുന്ന സമയത്ത് ഇത്രയും വാഹനങ്ങളൊന്നും ഈ ഭാഗത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ വാഹനങ്ങൾ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. തൊട്ടടുത്ത ജില്ലയായ തിരുവനന്തപുരത്തു നിന്നും പത്തനംതിട്ട നിന്നും ഒക്കെ ഇവിടെ മീനെടുക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂടിയായ ചിറയൻകീഴിലുള്ളൊരു ചേട്ടനെ പരിചയപ്പെട്ടു. അങ്ങനെയാണ് കേട്ടോ അത് കാര്യം മനസ്സിലായത്. അങ്ങനെ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. ലിജിക്കൊച്ച ഉണരുന്നതിന് മുന്നേ വീട്ടിൽ ചെല്ലണം. കാരണം തലേദിവസം കിടക്കുന്നതിന് മുന്നേ പറഞ്ഞിരുന്നു രാവിലെ പോകുമ്പോൾ എന്നെയും കൂട്ടണമെന്ന്. കാരണം ഈ തണുപ്പത്ത് ലിജിനായിട്ട് കൊണ്ടുവന്നാൽ മറ്റ് പനിയോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടാവണോ എന്ന് പേടിച്ചിട്ടാണ് കൊണ്ടുവരാതിരുന്നത്. അങ്ങനത്തെ കുണ്ടറയിലെത്തി. നേരെ ഇനി ഇവിടുന്ന് കുറച്ച് പച്ചക്കറികൾ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഈ ലെവൽ ക്രോസ് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മുടെ എസ്സോളയിൽ വന്നു കേട്ടോ. വന്നപ്പോൾ എന്താ പരിപാടി വെച്ചാൽ നമ്മുടെ മീനൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. മീൻ ഐസിട്ടുണ്ടോ വന്നേ, അതുകൊണ്ട് കുറച്ച് ഐസൊക്കെ അലിഞ്ഞ് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അങ്ങനെ അറിയില്ല. അപ്പം ദേ അച്ഛൻ അവിടെ ചായ കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേ ആ ചായക്കടയിൽ. അപ്പോൾ ഞാനതുകൊണ്ട് എനിക്ക് ചായ ഒന്നും വേണ്ട, അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൺട്രോത്തുരുത്തിലെ രാവിലെയുള്ള കാഴ്ച. അടിപൊളി കാഴ്ച അല്ലേ. ഇതേ ബോട്ടിങ്ങിനൊക്കെ പോകേണ്ട ആൾക്കാർ, അടിപൊളി ഒരു ആംബിയൻസ്. അപ്പോൾ നമ്മളിത് മീനൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. മീന് ഐസിട്ട് കാരണം വെള്ളമായി. ലിജിക്കൊച്ചിനെ വളർത്തട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിത് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേന് ഇത് ലിജിക്കൊച്ചി ഇവിടെ വന്നിട്ട് രാവിലെ കാപ്പൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ലിജിക്കൊച്ചിൻ്റെ ഒരു ടാസ്ക് കൊടുക്കാൻ പോവാണ് അല്ലേ. വെളുത്തുള്ളി വിളിക്കാൻ പോവാണ് ലിജി കേട്ടോ. വിളിക്കത്തില്ലേ? എന്നാൽ എന്നെ കൊണ്ട് വിളിപ്പിച്ചിട്ട് തന്നെ ഒരു കാര്യം. എന്താ വിളിക്കാൻ പറ്റാത്തേ? അപ്പം അതാണ് ഇന്നത്തെ വിശേഷം. ഇനി ഞങ്ങളിത് അച്ചാറിടാനുള്ള പരിപാടിയിലൊക്കെ തുടങ്ങാൻ പോവാം. രാവിലെ വെള്ളം കുടിക്കാനോ വേണോ? ആ എന്തിനാ? വെളുത്തുള്ളി ഇരട്ടാ പൊളിക്കാൻ. ലിജിക്ക് കൊടുക്കാം വെളുത്തുള്ളി. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി സാധനങ്ങളൊക്കെ സെറ്റായിട്ടോ. ഇനി നമ്മൾ മീനൊക്കെ അതേ കഴുകി എടുത്തിട്ടുണ്ട്. മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അച്ചാറിടാനായിട്ട് പോകട്ടോ. ഒന്ന് വറുക്കണം, വറുത്തിട്ട് അച്ചാറിട്ടേ. അപ്പം അതിന് പിന്നെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് വെളുത്തുള്ളി ഞാൻ ഇച്ചിരി പൊളിച്ചെടുക്കാം. വെളുത്തുള്ളി കിലോ 400 രൂപ വില കൂട്ടി. ഭയങ്കര വില വെളുത്തുള്ളിക്ക്. അല്ല ജി, വെളുത്തുള്ളി പൊളിക്ക്. രാവിലെ ഒരു എക്സസൈസ് ആവട്ടെ കൈക്ക്. എല്ലാവരും ഇത് കാണട്ടെ, ഇത് പൊളിക്കുന്നത്, ലിജി പൊളിക്കുന്നത് കാണട്ടെ. വെളുത്തുള്ളി. അപ്പോൾ ഞങ്ങൾ രാവിലെ മീനിന് പോയപ്പോഴുണ്ടല്ലോ, അവിടെ മൊത്തം ഭയങ്കര ശബ്ദവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അവിടുത്തെ കാര്യങ്ങളൊന്നും അധികം വിശേഷങ്ങളൊന്നും അറിയിക്കാതെ. ഇനി അടുത്ത തവണ മീൻ മേടിക്കാനായിട്ട് പോകുമ്പം അടിപൊളി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നീണ്ടര ഹാർബറിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അടിപൊളി രസകരമായൊരു വീഡിയോ ഫുള്ളായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. രണ്ട് ഞങ്ങൾ നല്ല ശക്തിയായിട്ട് ഇളക്കിയെടുത്തല്ലേ ജി? ശക്തി പിടിച്ചോ ചെയ്തേ. കൈവച്ചാണ് ചെയ്യേണ്ടത്, ചുണ്ട് വെച്ചിട്ടല്ല ചെയ്യേണ്ടത് കേട്ടോ. ചുണ്ടാണല്ലോ ഫുൾ ആക്ഷൻ എടുക്കുന്നത്, ചുണ്ടിലാണല്ലോ ഫുൾ ആക്ഷൻസ്. അപ്പോൾ ഞങ്ങൾ ലിജിയുടെ മുടിയൊന്ന് വെട്ടാൻ പോവുക. എന്ന് വെച്ചാൽ ലിജിയുടെ മുടി ഇങ്ങനെ ഒത്തിരി അങ്ങ് വളർന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവൾക്ക് കൈ വെച്ച് മുടിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ മുടിയൊക്കെ വളർന്ന് ഭയങ്കര ഇറിറ്റേഷനാണ് ലിജിക്ക്. കാരണം വെച്ചാൽ മുടി ഇങ്ങനെ വന്ന് കണ്ണിൻ്റെ അവിടോട്ടൊക്കെ വീണിട്ട് കണ്ണ് ചൊറിച്ചിൽ അല്ലേ. പിന്നെ ചോദിച്ചില്ല, ഒരു മിനിറ്റ്. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ പോവാം. കണ്ണിലേക്ക് വീഴുന്ന പിരികം ചൊറിച്ചില്ലല്ലേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെട്ടിയൊന്ന് വീണ്ടും ഒന്ന് ഒതുക്കാമെന്ന് കരുതി. അപ്പോൾ പിന്നെ അവൾക്ക് നല്ല രീതിയിൽ ചെയ്യാനൊക്കെ പറ്റുന്ന സമയത്ത് നമുക്ക് സെറ്റാക്കാം. മെയിനായിട്ടുള്ള കാര്യം വെച്ചാൽ ഇത് ഒന്ന് ഹാൻഡിൽ ചെയ്യാനുള്ള പ്രശ്നം കൊണ്ടാണ് കേട്ടോ. എപ്പോഴും മുടി ഇങ്ങനെ ചുരുണ്ട് മുകളിലേക്ക് കയറും. അപ്പോൾ ഭയങ്കര വൃത്തിയേടാ. പക്ഷെ അകലം ഒന്ന് വെട്ടി ഒതുക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അത് സംഭവം പെട്ടെന്നാവട്ടെ. ഇത് ഉള്ളി പൊളിക്കുക. ഇത്ര എണ്ണം പൊളിക്കണം, 5 എണ്ണം പൊളിക്കണം ലിജി ചേട്ടാ. ഇത്ര എണ്ണം പൊളിക്കണം. ഇത് വെറുതെ കൈ വെച്ച് തൊട്ട് കിടക്കുമെന്നല്ല. എന്ത് വെച്ച് കാണിക്കുന്നേ?
നഖം ഇല്ലേ? നഖം ഇല്ലാത്തതാണോ? പാടാ. നഖം ഞാൻ വെട്ടി കളഞ്ഞേട്ടാ മൊത്തം. നഖം വളർത്തിക്കൊണ്ട് നടക്കുമായിരുന്നു കൊച്ച്. പിന്നെ വളരെ സിമ്പിളായിട്ടാ. എന്താ വളർന്നു പോയതാ. അപ്പൊ അതൊക്കെയാണ് സംഭവങ്ങള്. അതുപോലെ നമ്മ ഇത് ഇങ്ങനെ വേറെ ട്രിക്ക് നനച്ചിട്ടേ വെള്ളത്തിലിട്ട് ശരി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞാലേ പെട്ടെന്ന് പൊളിക്കാതെ അല്ലേ ചേച്ചി? വെള്ളത്തിലിട്ട് നനച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തൊലിയിളകി വരും. ആദ്യം നമുക്ക് അത് കുതിരും. ഞാൻ ഇത്ര എണ്ണം പൊളിച്ചു വെച്ചു ചേച്ചി. വലിയ വെള്ളത്തുള്ളി നല്ലത്. പെട്ടെന്നായിക്കോട്ടെ. അവിടെ പൊന്നപ്പനെ, അവിടെ ചിന്നപ്പനെ, പെട്ടെന്നായിക്കോട്ടെ. കടിക്കുന്നത് കത്തി തരട്ടെ? കത്തി എടുത്തരാ. ഞാനിപ്പോൾ ഇത്ര ഇളക്കിയിട്ട് എന്തിനാ അറിയാം? പെടപെടയെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് സെറ്റായിക്കോളാം. ഓക്കെ കേട്ടോ? ശരി പെട്ടെന്ന് കേട്ട്. കത്തി വേണോ? തരാവേ. അപ്പോൾ കൊച്ച് അടിപൊളിയായിട്ട് ഒരു സാധനം പൊളിച്ചെടുത്തേട്ടോ. എവിടെ? കണ്ടേ, അടിപൊളിയായിട്ട് വെളുത്തുള്ളി പൊളിച്ചെടുത്തേട്ടോ. നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, നല്ല കൈക്കൊക്കെ നല്ല സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് സെറ്റപ്പായിട്ട് ഇത് പൊളിക്കാം. കണ്ടോ, ഇത് പൊളിക്കാം. അപ്പോൾ അടുത്ത വിളിക്കാൻ പറ്റും. ഇന്നത്തെ ദിവസം പരിപാടി മൊത്തം ഇതാണ്. ഉള്ളി വിളിക്കാനാണ് പരിപാടി കേട്ടോ. ജോലി ചെയ്യിപ്പിച്ചോണ്ടിരിക്കുക കേട്ടോ. എന്തിന്റെ സർവേ ആണ്? ഓക്കെ. സർവേ ചെയ്യാൻ വേണ്ടി ചേച്ചിയാർ വന്നേട്ടോ. അപ്പോൾ അവർ ചോദിച്ചാൽ ലിജിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണോന്ന്. പണിയെടുപ്പിക്കുകയാണ്. പെട്ടെന്നായിക്കോട്ടെ. അപ്പോൾ അതാണ് കേട്ടോ പരിപാടി. ഇതെല്ലാം ഞങ്ങളൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഈ വെളുത്തുള്ളി മൊത്തം ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടികൾ ബാക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ അവരവിടെ വന്നാൽ ആകെ ഇവിടെ സംസാരങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക. സർവേ എടുക്കാൻ വന്ന ചേച്ചിമാർ കേട്ടോ. എന്താ സംഭവം അറിയില്ല, എന്തായാലും ഉഷാറായിട്ടുണ്ട് കൊച്ചേട്ടോ. താഴെ പോയാ കുഴപ്പമില്ല. എന്താ സംഭവം അറിയില്ലെന്നാ. ഒന്നും പറയാതെ, ആരും ഒന്നും പറയാതെ ഇത്രയും വെളുത്തുള്ളി പൊളിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെളുത്തുള്ളി. സത്യം ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഈ ഫോണിൽ നോക്കിയിരുന്ന കുറച്ചു നേരം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ വെളുത്തുള്ളി എൻ്റെ അടുത്തോട്ട് നീട്ടുന്ന വെച്ച്. അത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നില്ല ജി? വലുതായതുകൊണ്ട് പറ്റൂലേ? അതാണ് കേട്ടോ. അത് ഇത്രയും വെളുത്തുള്ളി പുള്ളിക്കാരി പൊളിച്ചങ്ങ് വെച്ച്. എളുപ്പമാട്ടെ. അതെ, അച്ചാറിടാൻ നാളെ കറി വെക്കാനൊക്കെ ആളായി. ഇവളുടെ ഹൈറ്റിൽ ഒരു അടുപ്പ് പണിഞ്ഞു കൊടുക്കണം അല്ലേ? ലിജി കുക്ക് ചെയ്യട്ടെ. ലിജി നീ ഒരു കറി വെക്കോ? സാധനമൊക്കെ എടുത്ത് തന്നാ വെക്കാവോ? അപ്പോൾ അടുത്ത ദിവസം ലിജിയുടെ ഒരു കുക്കിംഗ് വീഡിയോ ഉണ്ടാവും കേട്ടോ. എന്ത് കറി വെക്കുന്നേ? മീൻകറി വെക്കാവോ? ലിജിയുടെ മീൻകറി സൂപ്പറാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. ചിരിയുണ്ടോ? അടിപൊളി കറിയാ. എനിക്കൊരു ഞാനും ലിജിയും കൂടെ ഒരു ദിവസം ഓർമ്മയുണ്ടോ? രാത്രി എത്ര മണിക്ക്? 2 മണിക്ക് ഫ്രിഡ്ജിൽ ചൂര കരിപ്പുണ്ടായിരുന്നു. എനിക്ക് വിശക്കെന്ന് പറഞ്ഞിട്ട് ലിജി അപ്പം തന്നെ രാത്രി 2 മണിയായപ്പം ചോറും വെച്ചു. രാത്രി 2 മണിക്ക് കറി. അച്ഛൻ ആശുപത്രി കിടന്നപ്പോ അമ്മ അച്ഛൻ ആശുപത്രിയിലായിരുന്നു അന്ന്. ഞങ്ങൾ 2 മാത്രമേ ഉള്ളായിരുന്നു അന്ന്. എന്ത് സംഭവം വെച്ചാൽ വൈകുന്നേരം അളിയൻ്റെ കൂടെ കൊല്ലത്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അഞ്ചാലുമട്ടിന്ന് അളിയൻ്റെ കൂടെ 5:30 ആയപ്പോ. പിന്നെ രാത്രി ഒന്നും കഴിച്ചില്ല. അങ്ങനെ നടന്നപ്പോ രാത്രി ആയപ്പോ വിശന്നു അല്ലേ? അങ്ങനെ വന്നപ്പോ ഞങ്ങൾ രാത്രി 2 മണിയായപ്പോ എണീറ്റ് ചോറും കറിയും വെച്ച്, മോരുകറിയും വെച്ച് എന്നിട്ട് കഴിച്ചു. വേറെ സാധനം അറിയാം ഇരിക്കുന്നു. കൊച്ചിൻ്റെ നാളെ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ലിജിയുടെ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ചൂരക്കറി വെക്കാവോ? ഓക്കെ. അപ്പൊ അടുത്ത വീഡിയോ ലിജിയുടെ ചൂരക്കറി കേട്ടോ. വാ വെളിയിൽ കൊണ്ടുവച്ചിട്ട് വെക്കാം.
എനിക്കറിയത്തില്ല, വെളുത്തുള്ളി അരിഞ്ഞോണ്ടിരുന്ന ആളാ, ഒറ്റ കരച്ചിൽ. എന്താണല്ലോ ചെയ്യും? ആ എന്താ എന്നതാ പറ? നടക്കാതെ നടക്കാതെ സൈസാറിൻ്റെ അടുത്ത് പോകാൻ നാണൊക്കെ പേടിയാ. ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പഴാ ആലോചിച്ചേ. നേരത്തെ ഞാൻ പറഞ്ഞേ അടുത്ത പ്രാവശ്യം സൈറ്റ് ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഇജ്ജ് തനിയെ പോകണം, ഞാൻ വരുത്തില്ലാന്ന് പറഞ്ഞു. കാരണം ഇവള് നടക്കാത്തോണ്ട്. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞേ നീ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പൊക്കോളാന്ന് പറഞ്ഞേട്ടാ. ഇപ്പൊ അത് ആലോചിച്ചിരുന്നിട്ട് ഇപ്പൊ ഒരു കാര്യത്തില് അതുകൊണ്ടല്ല പിന്നെ എന്ത് വേടേ നോക്കട്ടെ. പോടെ ചിരിക്കുകയും ചെയ്യും, അതിൻ്റെ കൂടെ കരയുകയും ചെയ്യും. വീണ്ടും ചിരിക്കും കരയും. ഇപ്പൊ കൊറേ കളഞ്ഞ് പൊളിക്ക അങ്ങോട്ട് പൊളിക്കടേ. അതിനിടയ്ക്ക് കിന്നാരം പറഞ്ഞോണ്ടിരിക്കുക, അല്ലെങ്കിൽ ഉള്ളു വിളിക്കാനിടയ്ക്ക് ഒരു ഉമ്മ വരട്ടെ എന്നൊക്കെ. എന്ത് ചെയ്താലൊക്കെ പെട്ടെന്നാട്ടെ പെട്ടെന്നാകട്ടെ. എടാ പൊന്നപ്പന്, തങ്കപ്പന്, ചിന്നപ്പന്, ചെറുക്ക പെട്ടെന്നാവട്ടെ. എന്ത് കരയുന്നേ? ഇപ്പോഴാ വീണ്ടും എടുത്ത് കരയുന്നു. എന്താ? ആറ് വിചാരിക്കും നിനക്ക് മാറ്റമൊന്നുമില്ല അതല്ലേ? അതൊന്നും കുഴപ്പമില്ലേ, മാറ്റമൊക്കെ ഉണ്ട്. അതങ്ങ് പറയണം സാറിൻ്റെ അടുത്ത്. അജിത് സാറ് വഴക്ക് പറയുന്നത് പേടിച്ചിട്ടായി കേട്ടാ. വഴക്കല്ല, സാറിന് എന്തോ തോന്നുന്നില്ല ഇജി നടക്കാത്തോണ്ട്. സാറിന് വിചാരിക്കും എനിക്ക് മാറ്റമൊന്നുമില്ല, ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ലാന്ന് സാറ് വിചാരിക്കുമല്ലേ? അതല്ലേ ഇത് ധരിച്ചേ? അതൊന്നുമില്ലടേ, സാറ് നിന്നെ ചികിത്സിച്ച ആളല്ലേ. സാറിന് അറിഞ്ഞൂടെ നിന്റെ എന്തൊക്കെ കുരുത്തക്കേടും കാര്യങ്ങളും അല്ല. പിന്നെ എന്തിനാ കരയുന്നത്? കരയണ്ടേ? ഓടേ. വിഷമാണോ? കരയണ്ടേ? പോട്ടെ, അതൊന്നും കാര്യമില്ല. പെട്ടെന്നാട്ടെ. നമ്മ മറ്റേ സാധനം കിട്ടിക്കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് നടക്കാൻ പറ്റില്ല. എനിക്കറിയോ? നടക്കാൻ പറ്റൂടി. പോടേ അമ്മ, ഞാൻ വീട്ടിൽ പോവേ അമ്മ. ഏട്ടാ വേറൊന്നും കൊണ്ടല്ല. പറ, സപ്പോർട്ട് ചെയ്തേ. സാറ് ഓർക്കൂലേ? ഒന്നും ഇല്ലെന്ന് ഓർക്കൂലേ? അങ്ങനൊന്നും ഓർക്കത്തൊന്നുമില്ലേ? ഉണ്ട്. പോയി കരയാതെ. ആ വെളുത്തുള്ളിയൊക്കെ എടുത്ത് കണ്ണിത്തേ. നിർത്തിയോ? ചെയ്തോ മതി ഇതിനകത്ത്. മാറ്റണോ? എന്തിനാ? ഇത് അത് ഇന്ന് ആര് ചേർന്നതൊക്കെ? ചാച്ചൻ വന്നിട്ടുണ്ടേ, അമ്മയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റിയില്ല.
പിന്നെ നേരെ ഇരുത്തണോ? അപ്പൊ ഞങ്ങളിത് ഇത്ര ഞാനും രുചിയും കൂടി ഇത്ര ഉള്ളി പൊളിച്ചോട്ടെ, ബാക്കി അവിടെ ഇരിക്കുന്നുള്ളൂ, ബാക്കി കൂടെ പൊളിക്കട്ടെ. അപ്പൊ ഞങ്ങളത് പൊളിച്ചിട്ട് വരാം, പൊളിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഓക്കെ ബൈ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. അങ്ങനെ വെളുത്തുള്ളിയൊക്കെ പൊളിച്ചതിന് ശേഷം അടുത്ത അച്ചാറിടാൻ പോവാണ്. അമ്മയൊന്ന് ഹെൽപ്പ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ ലിജി ഒരുമിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് ബാക്കി വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇട ദിവസങ്ങളിൽ 2 ദിവസം ഗ്യാപ്പിട്ടാണ് വീഡിയോകൾ എടുക്കുന്നത്, കാരണം കുറേ ജോലികൾ കാര്യങ്ങളൊക്കെ ബാക്കി നിൽക്കുന്ന കാരണം അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പറ്റുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ലിജി ഇപ്പം. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ കുറച്ച് സങ്കടങ്ങളൊക്കെ വരും. അപ്പോൾ അതിനെ ഞങ്ങൾ കുറച്ച് മറുപടികളും കാര്യങ്ങളൊക്കെ കൊണ്ട് സന്തോഷകരമായി ചിരിപ്പിച്ച് തമാശയൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് മാറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേ കുറച്ച് സങ്കടം കാര്യങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരും, കുറേ ആലോചിക്കുന്നതാണ്. അപ്പോൾ അതിനെ നമ്മളിങ്ങനെയാണ് മറികടക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഈ വീഡിയോയുടെ നിർത്താണ്. എല്ലാവർക്കും ബൈ.